6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്. അതെ, ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ഇന്ന് രാവിലെ പുലർച്ചെ ഏകദേശം 5 മണി സമയം മുതൽ ഇറങ്ങിയിട്ടുണ്ട്. ഇറാന്റെ പല ഭാഗങ്ങളിലോട്ടും വീണ്ടും മിസൈൽ സ്ട്രൈക്കുകൾ വന്നിട്ടുണ്ട്. വന്നത് കൂടുതലും കുവൈറ്റിൽ നിന്നാണ് മിസൈൽ സ്ട്രൈക്കുകളൊക്കെ വന്നിട്ടുള്ളത്. തിരിച്ചടിക്കാൻ ഇറാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ജോർദാനിന് അടിക്കാനുള്ള കപ്പാസിറ്റി ട്രംപിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദാനിന് തിരിച്ചടിച്ചിട്ടില്ല. മെനഞ്ഞാന്ന് രാത്രി ഇറാന്റെ ആക്രമണം ജോർദാനിലോട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഏകദേശം ജോർദാൻ കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ആയി എന്നാണ് കേട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ ട്രംപിന്റെ 6 ദിവസത്തെ ഇടവേള നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെട്ടിത്തീർന്ന അവസ്ഥയിലായിരുന്നു ട്രംപും മിഡിൽ ഈസ്റ്റും. ഈ 6 ദിവസം കൊണ്ട് മാക്സിമം റീഫിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും റീഫിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമേരിക്കൻ ചരക്ക് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റഡാർ ചിത്രങ്ങളൊക്കെ നമ്മൾ മെനഞ്ഞാന്തിയും ഇന്നലത്തെയൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മാക്സിമം റീഫിൽ ചെയ്തു. കുവൈറ്റിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റീഫിൽ ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ അടി തുടങ്ങിയത്. പിന്നെ ആസ് യൂഷ്വൽ കുവൈറ്റിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ കൊഷം ഐലൻഡിലോട്ടായിരുന്നു. അവിടുത്തെ റെസിഡൻസ് ഏരിയയിലോട്ടായിരുന്നു. സൈനിക താവളങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും ആളുകൾ നോർമലി താമസിക്കുന്ന സ്ഥലത്തോട്ട് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് മരിച്ചിട്ടുണ്ട്. അവരുടെ വീടുകൾ തകർന്നതും അവിടുത്തെ ബിൽഡിങ്ങുകൾ, അതായത് റെസിഡൻസ് ബിൽഡിങ്ങുകൾ തകർന്ന് അതിൻ്റെ താഴെ നിന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഇമേജസും വീഡിയോസും ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഈ സൈറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ, ഒരുപാട് വീഡിയോസും ഫോട്ടോസും വന്നിട്ടുണ്ട്, ഇടാം. അപ്പോൾ ഇതൊക്കെ ഉള്ളത് ഇന്നിപ്പോൾ പുലർച്ചെയാണ് സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ വ്യക്തമായി ഇറാൻ്റെ IRGC പറഞ്ഞിട്ടുണ്ട് ഇത് ഏത് രീതിയിലാണ് ഇനി ഞങ്ങൾ തിരിച്ചടിക്കുക എന്നുള്ളത് നിങ്ങളോട് കണ്ടു തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അടി ഇനി വരാൻ പോകുന്നത്. കാരണം കുവൈറ്റിൽ നിന്ന് ഡയറക്റ്റ് മിസൈലുകൾ വരുന്ന ഇമേജസും വീഡിയോസും സ്പോട്ടിൽ തന്നെ അപ്പം തന്നെ എന്താ പറയുക മൊത്തം വൈഡ് സ്പ്രെഡ് ആയിട്ടുണ്ട്. കാരണം കുവൈറ്റ് എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് ബേസുകൾ എവിടെ കിടക്കുന്നു നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ കുവൈറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇറാഖ് ക്രോസ് ചെയ്തിട്ടാണ് ഇറാനിലോട്ട് ഇത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്നല്ല വന്നത്. ഇപ്പോൾ ഒരു മിസൈൽ വരും, മിസൈൽ ഇങ്ങനെയല്ല പോവുക, മിസൈൽ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വരെ വന്നിട്ട് ഹിറ്റ് ചെയ്യില്ല. അപ്പോൾ കറക്റ്റ് ആ സ്പേസിൽ നിന്ന് വന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇറാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കുവൈറ്റുകാരൊക്കെ ഒന്ന് കുവൈറ്റുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നൂടാ. എങ്ങനെയായിരിക്കും ഇറാന്റെ തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളിലോട്ടാണ് അമേരിക്ക ഇപ്രാവശ്യം അടിച്ചിട്ടുള്ളത്. കൂടുതലും ജനങ്ങൾ, നോർമൽ സിവിലിയൻസ് ആണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ യുഎസിന്റെ സെൻട്രൽ കമാൻഡ് എന്താ പറയുക, അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഇറാൻ ഞങ്ങൾ ആക്രമിച്ചതുകൊണ്ടാണ് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി ഇറാൻ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറാനെ തിരിച്ചാക്രമിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കൂല എന്നാണോ? ഒരിക്കലുമല്ല. അവർക്ക് ഒരു 4-6 ദിവസത്തെ ഗ്യാപ്പ് വേണമായിരുന്നു. നെതന്യാഹുവിനൊന്ന് അമേരിക്ക വന്ന് പോകാനുള്ള ഗ്യാപ്പ് വേണം. പ്ലസ് അവരുടെ തീർന്നു പോയ ഐറ്റങ്ങളൊക്കെ റീഫിൽ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു അടി നടന്നിട്ടുള്ളത് ഇന്നലെ. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ ഈജിപ്തിലെ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള കപ്പലിലോട്ട് ഡ്രോൺ വന്ന് കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇറാനിയൻ ഡ്രോണുകളാണ് വന്ന് ഹിറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൊണ്ടും അമേരിക്ക ഇപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞാലും അടി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മിഡിൽ ഈസ്റ്റിലായാലും വേണ്ടില്ല, തിരിച്ച് ഈജിപ്ഷ്യൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും വേണ്ടില്ല, ഇവിടെ വന്നു കഴിഞ്ഞാലും വേണ്ടില്ല, അടി ഇറാൻ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അമേരിക്കക്ക്. അതുപോലെ ഇറാനിലും നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ട് കേട്ടോ. അത് ഇറാനിലും പറഞ്ഞ പോലെ നല്ല രീതിയിൽ എക്സ്പ്ലോഷൻസും ഒരുപാട് ആളുകളും ഇരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും സൗദിയും UAE-യും കുവൈറ്റും ബഹ്റൈനും ജോർദാനും ഇറാഖും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇറാനെ ആക്രമിക്കുന്നത്. ഇത്രയും സ്ഥലങ്ങളിലോട്ടാണ് ഇറാൻ നൈസായിട്ട് തിരിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ഒരു വാർത്ത പറഞ്ഞിരുന്നില്ലേ, ചൈനീസ് അതായത് ഈ പെഡൽ മിസൈൽസിന് ഇന്റർസെപ്റ്റേഴ്സ് ചൈന ഇറാന് ഏകദേശം 300 മുതൽ 400 വരെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത, ഒരു കരാറിൽ ഒപ്പിട്ടു. അത് ചൈന നിഷേധിച്ചു. അതുപോലെ തന്നെ അത് പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നത്. പാകിസ്ഥാൻ ത്രൂ ആണ് ഇത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത വന്നിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വേറെ വാർത്ത വരുന്നുണ്ട്. ചൈനയുടെ ഏകദേശം 15 മിലിറ്ററി കാർഗോസ് എങ്കിലും ഇന്നലെ ഇറാനിലോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇതായിട്ടില്ല, ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല ആരും. പക്ഷെ 15ഓളം വിമാനങ്ങൾ, കാർഗോ ഷിപ്പുകളാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ സാധനങ്ങളും കൊണ്ടിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഏത് രീതിയിലാണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. സത്യമാവാൻ ആ ചാൻസസ് കൂടുതൽ. ചൈന ഡയറക്റ്റ് അത് ഒരിക്കലും പറയാറില്ലാത്തത് കൊണ്ടാണ് ഇതിപ്പം മുന്നോട്ടൊന്നും വരാത്തത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ട്. ചൈനയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇറാന് കിട്ടുന്നുണ്ട്. ഇനി ഇതേ സമയത്ത് തന്നെ ചൈനയുടെ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് ഈ ഹൂത്തികളുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് ബാബൽ മന്ദ വഴി അവർക്ക് ഇത് കടത്താൻ വേണ്ടിയിട്ട്, അവരുടെ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് ഹൂത്തികളുമായിട്ട് ചൈന ഡയറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓരോ കപ്പലിനും പ്രത്യേക അനുമതി ചൈനക്ക് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാബൽ മന്ദിലൂടെ കടന്നു പോകുന്ന ചൈനീസ് ഓയിൽ ടാങ്കറുകൾക്ക് സുരക്ഷിതമായിട്ട് കടന്നു പോകാൻ ചൈന ഹൂത്തികളുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ച നടത്തി എന്നാണ് അടുത്ത കേന്ദ്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. റോയിറ്റേഴ്സിൽ വന്നിട്ടുള്ള വാർത്ത കിട്ടത്.
റോയിറ്റേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല മേഖലയിലെ സംഘർഷങ്ങൾ കാരണം ഹോർമോസ് കടലിടുക്കിലൂടെ, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ചരക്ക് നീക്കം കടുപ്പമായതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ റെഡ് സീ എക്സ്പോർട്ട് ടെർമിനലുകൾ വഴിയാണ് ചൈന ഇത് കടത്താനുള്ള ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അതായത് ഹൂത്തികളുടെ ഉപരോധം ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം. സൗദി തുറമുഖങ്ങളുമായിട്ട് ബന്ധമുള്ള കപ്പലുകൾക്ക് ഹൂത്തികൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി. അത് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചൈനയിലേക്കുള്ള സൗദി ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാനുള്ള ടാങ്കറുകൾക്ക് പ്രത്യേക അനുമതി ചെങ്കടലിലൂടെ തടസ്സമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ വഴി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ ചൈനയും ഹൂത്തിയും തമ്മിൽ ധാരണ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതെന്താണ് ഡിസ്കഷൻ എവിടെയാണ് എന്നുള്ളത് വലിയ ഡീറ്റെയിൽസ് വരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഹൂത്തികൾ സമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ടില്ല. അത് മാത്രമല്ല ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പരസ്യമായിട്ടൊരു പ്രതികരണങ്ങൾ ഇതിനെ നടത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇനി ജോർദാൻ കംപ്ലീറ്റ്ലി അടിച്ച് തകർത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വാർത്ത വരുന്നത്, ജോർദാനിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതിനെ തുടർന്ന് US താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അമേരിക്കക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ജർമ്മനി, അതുപോലെ തന്നെ ഫ്രഞ്ച് സൈനിക വിമാനങ്ങൾ ജോർദാനിലെ US മിലിറ്ററി ബേസിലോട്ട് തിരിച്ചതായിട്ടുള്ള ഗതാഗത അതായത് എയർ നാവിഗേഷൻ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഫ്രഞ്ചിൻ്റെയും അതുപോലെ തന്നെ ജർമ്മനിയും US ബേസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജോർദാനിൽ കംപ്ലീറ്റ്ലി എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തീർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ആക്രമണം, ഇറാനിലോട്ടുള്ള ആക്രമണം നടത്തിയതിനു ശേഷം വീണ്ടും ഇറാൻ 1-2 മിസൈലുകൾ വീണ്ടും ജോർദാനിലോട്ട് വിട്ടതായിട്ടുള്ള IRGCയുടെ കൺഫർമേഷൻ ഉണ്ട്. അപ്പം തടുക്കാൻ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് വരുന്നതിനെ തടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എയർ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫ്രഞ്ചിൻ്റെയും ജർമ്മനിയുടെയും വിമാനങ്ങളാണ്, ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ട് തിരിച്ചതിൻ്റെ വാർത്തകളും ഇപ്പം വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇനിയിപ്പോൾ ഇറാൻ്റെ തിരിച്ചടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഏത് രീതിയിലാണ് ഇവർ തിരിച്ചടിക്കാൻ പോകണമെന്ന് അറിയില്ല. വൈകുന്നേരമാവോ വൈകിട്ടാവോ ഒക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. സിവിലിയൻസ് ഏരിയയിലൊക്കെ ഇറാൻ അടിക്കുമെന്ന് അറിയില്ല. ഇതുവരെ ഇറാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ്റെ സിവിലിയൻസ് ഏരിയയിൽ ഇവർ അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തിരിച്ച് ഇറാൻ അടിച്ചു എന്നൊക്കെ വരാം. നമുക്കതിലൊന്നും ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല യുദ്ധത്തിൻ്റെ കാര്യം ആയതുകൊണ്ട്. വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ബൈ.